വന്നേ? വരാതിരിക്കാനാവോ? നീ എൻ്റെ ഏട്ടനല്ലേ? നീ എന്തൊരു മണ്ടത്തരെ കാണിച്ച്. തെറ്റ് പറ്റിപ്പോയി സച്ചി, പറ്റിപ്പോയി. അത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പണയം വെക്കാൻ പോവില്ലായിരുന്നു. ശ്രുതി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെന്തും ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മനസ്സിൽ കണ്ടായിരിക്കും അവളും മുക്കോണ്ടം കൊടുത്തുവിട്ടത്. നീ ശ്രദ്ധിക്കണമായിരുന്നു. അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി തന്നെയാ കൊടുത്തു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സ്വർണം തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. സച്ചി, ഞാനത് മനഃപൂർവ്വം ചെയ്തല്ലെന്ന് പോലീസുകാരോട് ആണയിട്ട് പറഞ്ഞതാ. എന്നിട്ടും ഞാൻ പറയുന്നൊന്നും ഇവര് വിശ്വസിക്കുന്നില്ല. ബാങ്കിന്റെ പരാതിയിൽ മേൽ എനിക്കെതിരെ കേസെടുത്തിരിക്കുക. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും സച്ചി. ഞാനങ്ങനെ നിന്നെ ജയിലിലേക്ക് വിടുവോ? ലോകം മുഴുവൻ എതിരായിട്ട് നിന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഭയക്കണ്ട. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അച്ഛനും അമ്മയും വല്ലാത്ത വിഷമത്തില. എന്നെ കാണാൻ പോകണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു. എടാ, ഞാൻ കാരണം അത് നീ ഇങ്ങനെ ചെയ്തതിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാ. നീ ലോക്കപ്പിൽ കിടക്കുമ്പോൾ എനിക്കവിടെ മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ തമ്മിൽ തല്ലിയ വളർന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എങ്കിലും നീ വീഴാൻ പോകുമ്പോൾ ഞാൻ പിടിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ താങ്ങി നിർത്താറുമുണ്ട്. ഒരുപാട് അനുഭവം ഉണ്ടല്ലോ നിനക്ക്. പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് അത് മറക്കും. സാരമില്ല. എടാ, എന്നാലും ഞാനത് ചെയ്യും. അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. നീ വീട്ടിലെത്തിക്കഴിഞ്ഞ് അവർക്കൊരു സമാധാനം കിട്ടും. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. നീ വീട്ടിലെത്താതിരുന്നപ്പോൾ ആനന്ദിനെ വിളിച്ചു. അവനാ നിന്നെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞത്. എന്തുകൊണ്ട് നീ ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ല? പോലീസുകാരും വിളിച്ചില്ല. നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അമ്മയോട് കള്ളം പറഞ്ഞിട്ടാ ഞാൻ പണയം വെക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അറിയിക്കാൻ തോന്നിയില്ല. പോലീസുകാര് വീട്ടിൽ അറിയിക്കാന്ന് പറഞ്ഞതാ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ തോന്നുന്നു അത് മണ്ടത്തരമായി പോയെന്ന്. നീ പിന്നെ കാണിച്ചു കൂട്ടുന്നതെല്ലാം മണ്ടത്തരമാണല്ലോ. എടാ, എനിക്കിവിടെ കിടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഇവിടെ കിടന്നേനെ. സച്ചി, ഈ ഒരു രാത്രി നീ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ട്. നാളെ രാവിലെ ഞാൻ അഡ്വക്കേറ്റുമായിട്ട് വരാം. വേണ്ടതൊക്കെ ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കേ.